ജോലിയും വീടും വാഗ്ദാനം ചെയ്ത് സ്ഥിരമായി തട്ടിപ്പ് നടത്തി വന്നയാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. നൂറുകണക്കിന് പാവങ്ങളിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്ത തിരുവല്ല കാവുംഭാഗം അഴിയിടത്തുചിറ കൊച്ചുപറമ്പിൽ സതീഷ് കുമാറാണ് പിടിയിലായത്. വീട് നിർമ്മിച്ചു നൽകാമെന്നും ജോലി നൽകാമെന്നും വാഗ്ദാനം ചെയ്ത് പണവും സ്വർണവും തട്ടിയെടുത്ത സംഭവത്തിൽ യുവാവിനെ കീഴ്വായ്പൂര് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവല്ല കാവുംഭാഗം അഴിയിടത്തുചിറ കൊച്ചുപറമ്പിൽ സതീഷ് കുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ആനിക്കാട് നൂറോമാവ് എന്നിവിടങ്ങളിലാണ് തട്ടിപ്പ് നടത്തിയത്. വിവിധ പള്ളികളുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് രജിസ്ട്രേഷൻ ഫീസായി 4500 രൂപ നൂറോമാവ് സ്വദേശിയിൽ നിന്നും കൈപ്പറ്റി. തുടർന്ന് പലപ്പോഴായി 2.31 ലക്ഷം രൂപയും തട്ടിയെടുത്തു. നൂറോമാവ് സ്വദേശിയുടെ സുഹൃത്തുക്കൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് 4.5 ലക്ഷം രൂപ കബളിപ്പിച്ചെടുക്കുകയും പല പള്ളികളുടെ പേരിൽ രേഖകൾ ഉണ്ടാക്കി ആളുകളെ വിശ്വസിപ്പിച്ചുമാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഞാൻ 2-3 മാസം മുമ്പ് എൻ്റെ കൂട്ടുകാരൻ മുഖാന്തരം വന്ന. കൂട്ടുകാരന്റെ പേരെന്തുവാ? ശ്രീരാജ്. ഈ ഷൈലാജോ? ശ്രീരാജിന് ഇതിന്റെ അകത്ത് പങ്കുണ്ടോ? ഇല്ല. ഇവിടെ വേറെ ഏതെങ്കിലും വീടുകളോ മറ്റോ ഉണ്ടോ? ഇല്ല. പിന്നെ ഇവിടെ വരാൻ കാരണം? ശ്രീരാജുമായിട്ടുള്ള ബന്ധത്തിൽ വന്നോ? ശ്രീരാജ് വിളിച്ചിട്ട് വന്നാണോ? അല്ല, ഞാൻ എന്നെ കാണാൻ വേണ്ടി വന്നോ. ആണോ? നമുക്ക് എന്തോ ജോലി? ഞാൻ കടയിൽ നിൽക്കുകയാണ്. ഇവിടെ കടയിലെ? കൊല്ലത്ത്. എവിടാ വീട്? എവിടെയാ? തിരുവല്ല മുത്തൂറോ? ഇതെന്താ പണം തട്ടിയെന്ന് പറയുന്നത് ശരിയാണോ? പണം മേടിച്ചെന്നുള്ള സത്യം. ആ വീട്ടുപേരറിയാവോ? മേടിച്ച സ്ഥലം എവിടാന്നറിയാവോ? ആനിക്കാട്ട്. ആ ഉടമയുടെ പേരെന്തുവാ? സഹോദരന്മാർ നിങ്ങൾ ഒരാളായിട്ടല്ല വന്നത് അല്ലേ? ഒരാളായിട്ടാ വന്നത്. എത്ര ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്? ഒരാളിൽ നിന്ന് 5000 രൂപ അയച്ച് രജിസ്ട്രേഷൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ രസീതോ കാര്യങ്ങളോ മറ്റോ ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. ഇതിനു മുമ്പ് പേര് കേസുകൾ വല്ലതും ഉണ്ടോ? നേരത്തെ സ്വതന്ത്ര ചർച്ചയിൽ നിന്ന് തന്നെ അതിന്റെ പേര് കേസുണ്ട്. അതെവിടെ? ഏത് സ്റ്റേഷനിലാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്? ഹരിപ്പാട് പോലീസില്. ഈ പുള്ളി മെഡിക്കൽ കോളേജ് ജോലി മേടിച്ചു കൊടുക്കാം, 30,000 രൂപ ആകും എന്ന് പറയും. നമ്മളത് 10,000-20,000 ഒപ്പിച്ചു കൊടുക്കും. പുള്ളി പറയും OTP നമ്പർ വരും. ഇതുവരെ ഒരാൾക്ക് പോലും OTP നമ്പർ വന്നിട്ടില്ല. ഇന്നലെ രാത്രിയിൽ പുള്ളിയുടെ ആധാർ ഞാൻ എങ്ങനെയൊക്കെ കൈ കിട്ടിയാണ് ഇപ്പം ഇതിൻ്റെ അകത്ത് നിന്ന് എത്തിക്കാൻ പറ്റി. വേറെ ഒത്തിരി സഹോദരൻ ആരെയും കുറ്റം പറയില്ല. ആരും എന്താ പറയുക, ഒരു സ്വപ്ന ലോകത്തായിപ്പോയി. ഒരു 30 ലക്ഷം രൂപ പുള്ളി ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്. ആ 30 ലക്ഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിതത്തിൽ എത്ര പണിതാലും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാവരും വീണുപോയത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആകെ 2 വട്ടമേ കണ്ടിട്ടുള്ളൂ ഈ പുള്ളിയെ. 2ാമത്തെ വട്ടമാണ് ഇത്രയും കേസിട്ട് ഞാൻ കൊടുത്തതും എടുത്തതും എല്ലാം. അല്ലെങ്കിൽ ഇതിങ്ങനെ അങ്ങ് പോകും. പുള്ളി ഇന്ന് ഇവിടുന്ന് പോവായിരുന്നു. അവസാനത്തെ ആടയിൽ നിന്ന് പൈസ മേടിച്ചോണ്ട് പോവായിരുന്നു. നാട്ടുകാർ തടഞ്ഞുവെച്ച പ്രതിയെ തിരുവല്ല DYSP T രാജപ്പന്റെ നിർദ്ദേശാനുസരണം കീഴ്വായ്പൂര് പോലീസ് ഇൻസ്പെക്ടർ CT സഞ്ജയ്, SI സലീം എന്നിവരുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്.